तो ये सोचने की बात, ये चीज़ें मेरे अंदर आ रही, जायज़ा लेना है, कमी कोताही को मैंने कहा ना देखना है। खुद आदमी देखे अपनी, दूसरे को नहीं देखना है, अपने को देखना है। शैतान की चालों में से एक चाल क्या है, दूसरे को दिखाता है। अपने बारे में कहता पास हो, ईमान में पास, इखलास में पास, कुर्बानी में पास, और दूसरे सब फेल। मैं एक अल्हम्दुलिल्लाह, सब इन्ना लिल्लाह। कहते हैं ये बात नुकसान की है। तो सिफात वालों से अल्लाह काम लेते हैं, इसलिए कि दावत जो है वो दावत बराए दावत नहीं है, दावत बराए दीन, और दीन की दावत है। दीन जिंदगी में आए, कहते हैं ना दीन की दावत, ईमान की दावत। ईमान हमारे अंदर आए, दीन हमारे अंदर, इसके लिए दावत है। दावत बराए दावत नहीं है। वज़ू बराए वज़ू है या बराए नमाज है? हाउस पे बैठ के वज़ू 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 वज़ू, नमाज भी नहीं है, तिलावत भी नहीं है, तवाब भी नहीं, सिर्फ वज़ू पे वज़ू, वज़ू पे वज़ू। ये वज़ू बराए सवाब दिलाने के गुनाह हो जाएगा। वज़ू कर रहा है, वज़ू पे वज़ू कर रहा, टूटने से पहले वज़ू, फिर वज़ू, फिर वज़ू, लेकिन वज़ू के बाद की कोई इबादत नहीं है। तो ये वज़ू से फ़ायदा क्या हुआ है? तो दावत बहुत बड़ी चीज़ है, लेकिन दावत दीन की है। अजान दावत ताम्मा है, लेकिन अजान बराए सलात है, नमाज है। मोदी साहब अजान देके घर में जाके सो गए, ठीक है, अजान हो गई भाई, मोदी साहब ने अजान दी है, अस्सलातु खैरुम मिनन नौम कह के सबको बुलाया है, और खुद जाके घर में सो गए, क्या होगा? पकड़े जाएंगे। अजान दी और नमाज नहीं पढ़ते हो। तो लोगों को हम दावत दे रहे दीन की, खुद दीन में नहीं है, खुद जिंदगी में दीन नहीं आ रहा है। इसलिए मेरा दोस्तों, दावत हो बराए इबादत और बराए दीन है। इबादत ज़िंदगी में आए, दीन ज़िंदगी में आए, इनफरादी इज्तिमाई हर लाइन का दीन ज़िंदगी में आए, तब जाकर गोया के हमारी दावत मुअस्सिर है, हमारी ज़िंदगी में भी और लोगों की ज़िंदगी में भी इंशाअल्लाह रंग लाएगी और जो असर करेगी। तो इखलास भी हो और तवाज़ु भी हो, और दावत बराए दीन और इबादत की हो, और उसका जायज़ा अपनी ज़ात से लेना है, ना कि दूसरों से। ഹജി നാമൽ ഹസൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം എപ്പോഴും പരിശ്രമം ചെയ്യുന്ന ആളുകളുടെ ഗുണങ്ങളെക്കുറിച്ച്, അവരിൽ ഉണ്ടായിത്തീരേണ്ട ഗുണങ്ങൾ, അതിനെക്കുറിച്ച് പറയുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ദഅവത്തിൻ്റെ ഈ പരിശ്രമം ചെയ്യുന്ന ആളുകൾ, അവരിൽ ചില ഗുണങ്ങൾ ഉണ്ടായിത്തീരുന്നാൽ, ചില കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ അല്ലാഹു തആല ഈ പരിശ്രമത്തിന്, ഈ ദീനിന് കാരണക്കാരാക്കും. അവരെ കാരണമാക്കി ദീനിൻ്റെ പരിശ്രമത്തെ ലോകത്ത് നടപ്പിലാക്കും, ഹിദായത്തിന് കാരണമാക്കി തീർക്കും. പക്ഷേ പരിശ്രമം ചെയ്യുന്നവരിൽ ചില ഗുണങ്ങൾ ഉണ്ടായിത്തീരൽ ആവശ്യമാണ്. ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത് ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പരിശ്രമം ചെയ്യുമ്പോൾ എപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തി, വേറെ ഒരു ലക്ഷ്യവും ഈ പരിശ്രമം ചെയ്യുന്നവരുടെ ആ പരിശ്രമത്തിൽ കലരാൻ പാടില്ല, മറ്റൊരു ലക്ഷ്യവും വരാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ നമ്മുടെ ജീവിതത്തിൽ ലോകത്തുണ്ടായിത്തീരണമെന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രം. അപ്പോൾ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പറയുന്നത് അൽ മുഖ്ലിസൂൻ ഹും മസാബീഹുൽ ഹുദ, മുഖ്ലിസീങ്ങളായ ആളുകൾ അവർ എങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ, അവർ ഹിദായത്തിൻ്റെ വിളക്കുകളാണ്. ഈ ലോകത്ത് ഹിദായത്തിൻ്റെ പ്രകാശം പ്രചരിക്കാനുള്ള കാരണമായിത്തീരുന്ന, വ്യാപിക്കാൻ കാരണമായിത്തീരുന്ന വിളക്കുകളാണ്. ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ ആ വിളക്കിൽ നിന്നും പ്രകാശം വരുന്നു, അടുത്ത വിളക്ക് കത്തിക്കാൻ പറ്റുന്നു. ഇങ്ങനെ എത്രയോ വിളക്കുകൾ ഒരു വിളക്ക് കൊണ്ട് കത്തിക്കാൻ പറ്റും. അങ്ങനെ എത്രയോ പ്രകാശം വ്യാപിക്കാൻ കാരണമായിത്തീരും ഒരു വിളക്ക് കത്തിക്കഴിഞ്ഞാൽ. ഇതേപോലെ ഹിദായത്തിൻ്റെ പ്രകാശം ഈ ലോകത്ത് വ്യാപിക്കാൻ അതിനുള്ള വിളക്കുകളാണ് ഇഖ്ലാസുള്ള ആളുകൾ. അതുകൊണ്ട് പരിശ്രമം ചെയ്യുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇഖ്ലാസ് ഉണ്ടായിത്തീരുക. എപ്പോഴും ഉദ്ദേശം, നിയ്യത്ത് പരിശുദ്ധമായിരിക്കണം. മറ്റൊരു ലക്ഷ്യവും ഈ പരിശ്രമം കൊണ്ട്
ഒരു പരിശ്രമം ചെയ്യുന്ന ആളുടെ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഗുണം അദ്ദേഹം പറഞ്ഞിരുന്നത് തവാളുവാണ്, വിനയം, താഴ്മയാണ്. ഈ പരിശ്രമം ചെയ്യുന്നതനുസരിച്ച് ചെയ്യുന്നവരിൽ വിനയം ഉണ്ടാകണം, താഴ്മയുണ്ടാകണം. അല്ലെങ്കിൽ ശൈത്താൻ എന്ത് ചെയ്യും? ആ മനുഷ്യൻ ചെയ്യുന്നതനുസരിച്ച് ആ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വലിപ്പവും അയാളുടെ വലിപ്പവും മനസ്സിലിട്ട് തരും. ഞാനെന്തോ കുറേ കാര്യം ചെയ്ത ആളാണ്, ഞാൻ ഇത്രയും ത്യാഗം ചെയ്ത ആളാണ്, ഇത്രയും പുറപ്പെട്ട ആളാണ്, ഞാൻ ഈ പരിശ്രമത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആളാണ്, എൻ്റെ ബയാൻ അത് കേട്ടാൽ ആളുകൾക്ക് വലിയ പ്രയോജനം ഉണ്ടാവും, അല്ലെങ്കിൽ ജോഡ് ഇത് നടക്കണമെങ്കിൽ ഞാനില്ലാതെ എങ്ങനെ നടക്കും, ഞാനുണ്ടെങ്കിലല്ലേ എൻ്റെ നാട്ടിലുള്ള പരിശ്രമം നടക്കുള്ളൂ. ഇങ്ങനെയുള്ള ചിന്തകൾ ശൈത്താൻ മനസ്സിലിട്ട് കൊടുക്കും. അപ്പോൾ ഇത് വരുന്നതിനോട് കൂടി മനുഷ്യനിലുള്ള തവാദു ഇല്ലാതാവും, തക്കബ്ബുർ ആ മനുഷ്യനുണ്ടായിത്തീരും. തന്നെക്കുറിച്ചുള്ള വലുപ്പം, അഹങ്കാരം, അഹംഭാവം ഇതെല്ലാം ആ മനുഷ്യനുണ്ടായിത്തീരാൻ കാരണമായിത്തീരും. ഈ ഗുണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ പരിശ്രമം കൊണ്ടുള്ള ഗുണമെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ ഖൈറുകൾ, ബർക്കത്തുകളെല്ലാം ഇല്ലാതായിപ്പോവും. ആ മനുഷ്യൻ തനിക്കും മറ്റുള്ളവർക്കും ഹിദായത്തിന് കാരണമായിത്തീരുന്നതിന് പകരം നേരെ തിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തവാദു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അല്ലാഹു തആല അമ്പിയാക്കൾ അലൈഹി സ്വലാത്തു വസ്സലാമെ അയച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തും എല്ലാം എന്താണ്? നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളായിത്തീരാൻ വേണ്ടിയാണ്. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുൻ, അള്ളാഹുവിൻ്റെ അടിമകളായിത്തീരിൻ. കാരണം നമ്മൾ ഈ പരിശ്രമ ദീൻ എന്തിനു വേണ്ടിയാണ്? അടിമകളായിത്തീരാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണ്. ഈ പരിശ്രമം ചെയ്യുന്നതിൽ കൂടി ആ അബ്ദിയത്തിൻ്റെ, അടിമത്വത്തിൻ്റെ ആ ഒരു സിഫത്ത് നമ്മൾ ഉണ്ടായിത്തീരലാണ്. അപ്പം അതുകൊണ്ട് ഈ പരിശ്രമം ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തവാദു, താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക. കുഫർ, ശിർക്ക്, നിഫാക്ക് പോലുള്ള വലിയ അപകടങ്ങൾ, അതായത് അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്ത വലിയ തെറ്റുകൾ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനിലുണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് തക്കബ്ബുർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തന്നെക്കുറിച്ചുള്ള വലിപ്പം, തൻ്റെ അഹങ്കാരം. ഇത് ആ മനുഷ്യനിൽ ഉണ്ടായിത്തീരുന്ന വലിയ കുഴപ്പങ്ങൾപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഈ മാർഗം എന്ന് പറയുന്നത് ഇത് അല്ലാഹു തആല ദീനിൽ കൂടി മനുഷ്യനെ ഉയർത്താൻ വേണ്ടിയാണ്. പക്ഷെ ഉയർത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നത് എങ്ങനെയാണ്? താഴ്മയുടെ, വിനയത്തിൻ്റെ വഴിയിൽ കൂടിയാണ്. മൻ തവാദഅ ലില്ലാഹി റഫഅഹു അല്ലാഹ് എന്ന് പറയാറുണ്ട്. ആര് അള്ളാഹുവിന് വേണ്ടി താഴ്മയും വിനയം കാണിക്കുന്നോ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്, ഉയർന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഉദാഹരണത്തിന് പറയാം, ഒരു ഉയർന്ന ഭാഗത്തേക്ക് നമ്മൾ കയറണമെങ്കിൽ നമ്മൾ കുനിഞ്ഞ് കയറും. കാരണം അത് മേളിലോട്ട് കയറാനുള്ള രീതി അതാണ്. ഒരു കയറ്റമുള്ള സ്ഥലത്ത് നമ്മൾ മുന്നോട്ട് കുനിയും. ആ കുനിഞ്ഞാണ് മേളിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ മേളിലേക്ക് എത്തുന്നത്. നമ്മൾ നേരെ നെളിഞ്ഞ് നിന്ന് കയറാൻ പോയാലോ ചിലപ്പോൾ നമ്മൾ വീണുപോകും. അതുകൊണ്ട് ഒരു വൃക്ഷത്തിൽ ഫലങ്ങളുള്ള വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷം എന്താവും? താഴോട്ട് താന്നു നിൽക്കും, ചാഞ്ഞു നിൽക്കും. അപ്പം എപ്പോഴും സിഫാത്തുകളും ഗുണങ്ങളും ഉണ്ടാകുമ്പോൾ ആ മനുഷ്യരിൽ വിനയം, താഴ്മ, അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ ഉണ്ടായിത്തീരും. അപ്പോൾ ഫലങ്ങളുള്ള വൃക്ഷം അത് താഴോട്ട് ചായും. മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ കുനിഞ്ഞു വേണം മേളിലേക്ക് കയറാൻ വേണ്ടി. അതുപോലെ ജനങ്ങളുടെ അടുക്കൽ സ്വീകാര്യത, കബൂലിയത്ത്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കബൂലിയത്തും ജനങ്ങളുടെ അടുക്കലുള്ള കബൂലിയത്തും സ്വീകാര്യതയും കിട്ടുന്നത്, അല്ലെ ജനങ്ങളുടെ സ്നേഹം കിട്ടുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യനിൽ താഴ്മയും വിനയവും ഉള്ള സിഫത്തുണ്ടാകുമ്പോഴാണ്. ഒരു മുതക്കബ്ബിറായ മനുഷ്യൻ, അഹങ്കാരമുള്ള ഒരു മനുഷ്യനെ ആരും ഇഷ്ടപ്പെടുകയില്ല. അത് അങ്ങനെയാണ്, പ്രകൃതിപരമായിട്ട് അങ്ങനെയാണ്. പിന്നെ ആരെങ്കിലും ബാഹ്യമായി നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകില്ല. ഒരു ഉദാഹരണം പറയുന്നു, നമ്മളിങ്ങനെ പോകുമ്പോൾ സ്കൂട്ടറിൽ പോയി ഹെൽമെറ്റ് ഇടാതെ പോയി, പെട്ടെന്നൊരു പോലീസുകാരൻ കൈ അണിച്ച് നിർത്തി, എന്നിട്ട് നമ്മളോട് ദേഷ്യപ്പെട്ടു, നമ്മളെ പിഴ ചുമത്തി. അപ്പോൾ ആ സമയത്ത് നമ്മൾ സാറേ എന്ന് വിളിക്കും.
എന്നിട്ട് ആ പിഴ കൊടുക്കും, കാശ് കൊടുക്കും. പക്ഷെ സ്നേഹം കൊണ്ടല്ല, നമ്മുടെ മനസ്സിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. പക്ഷെ ബാഹ്യമായിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളുടെ ഷറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാറേ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബഹുമാനം കാണിക്കും. പക്ഷെ മനസ്സിലുണ്ടാവില്ല. അപ്പോൾ അധികാരത്തിൻ്റെ പേരിലോ അഹങ്കാരത്തിൻ്റെ പേരിലോ ശക്തിയുടെ പേരിലോ ആരുടെയും സ്നേഹം മനസ്സുകളിൽ ഉണ്ടായിത്തീരത്തില്ല. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരിക്കും? ഒന്നെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും ഒരു വസ്തുവിൽ നിന്നുള്ള പ്രയോജനം കരസ്ഥമാക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ അയാളിൽ നിന്നും അല്ലെ ആ വസ്തുവിൽ നിന്നുള്ള ഉപദ്രവം ഇല്ലാതായിത്തീരാൻ വേണ്ടിയായിരിക്കും ആ ബാഹ്യമായ ബഹുമാനവും കാര്യവും. ഉദാഹരണം പറഞ്ഞു, ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആളുകൾ. ഒരു സമയം ഉദാഹരണത്തിന് ഒരു മജ്ലിസിൽ പെട്ടെന്നൊരു പാമ്പ് എവിടുന്നെങ്കിലും വീണു, എല്ലാവരും എണീറ്റ് മാറും, എഴുന്നേറ്റ്. അതിനെ ബഹുമാനിച്ചുകൊണ്ടല്ല, അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇതേപോലെ ഇന്ന് ദുനിയാവിൻ്റെ വസ്തുക്കളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളുടെ പേരിൽ ബഹുമാനിക്കുന്നതും സ്നേഹം കാണിക്കുന്നതും അത് തൻ്റെ ഗുണത്തിന് വേണ്ടി മാത്രമാണ്, ഹൃദയം കൊണ്ടല്ല. പക്ഷേ ഒരു യഥാർത്ഥ ഒരു വിനയമുള്ള ഒരു സിഫത്തുള്ള മനുഷ്യനെ മനുഷ്യൻ സ്നേഹിക്കുന്നത് അയാളെക്കുറിച്ച് ഭയപ്പെട്ടല്ല, നേരെ മറിച്ച് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സ്നേഹമുണ്ടാവും. അതായിരുന്നു അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്തിരുന്ന ഖബൂലിയത്ത്, മഹാന്മാരായ ആളുകൾക്ക് ജനങ്ങളിലുണ്ടായിരുന്ന സ്വീകാര്യത. അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ബഹുമാനം മനസ്സിലുണ്ടാവും. അതാണ് യഥാർത്ഥ ബഹുമാനം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മുമ്പുണ്ടായിരുന്ന വലിയ അധികാരികൾ, രാജാക്കന്മാർ, അവരുടെ പേരുകൾ പോലും ഇന്ന് ഉപയോഗിക്കാറില്ല. ഫിറഔനെന്ന് നമ്മുടെ കുട്ടികൾക്ക് പേരിടാറില്ല, ഹാമാനെന്ന് ഇടാറില്ല. വലിയ രാജാക്കന്മാരായിരുന്നു, വലിയ അധികാരം. പക്ഷെ ആരും ഇഷ്ടപ്പെടുകയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ നമ്മളെ വിളിച്ചാൽ പോലും നമുക്ക് ദേഷ്യം വരും, എന്താ ഇങ്ങനത്തെ പേര് വിളിക്കുന്നത്. അത്രത്തോളം ഭൗതികമായ അധികാരങ്ങളും ശക്തിയുമുള്ള ആളുകൾ, അറിയപ്പെടുന്ന ആളുകൾ. പക്ഷെ മനസ്സുകളിൽ സ്വീകാര്യതയില്ല. പക്ഷെ മനസ്സുകളിൽ സ്വീകാര്യത എപ്പോഴാണ് വരുന്നത്? മനുഷ്യനുള്ളിൽ താഴ്മ, വിനയം, ഗുണങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ദുനിയാവിൻ്റെ വസ്തുക്കളോ അധികാരങ്ങളോ ശക്തികളോ കൊണ്ട് ഒരിക്കലും ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഹൃദയങ്ങൾ കീഴ്പ്പെടുന്നത് അത് തവാദോയിൽ കൂടിയാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ ദീനിൻ്റെ പരിശ്രമത്തിൽ നമ്മളിലേക്ക് നോക്കണം. ഈ കാര്യങ്ങൾ, കുറവുകളെല്ലാം, ഈ നമ്മൾ ഉണ്ടാകേണ്ട ഗുണങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇത് എന്നിൽ ഇതെല്ലാം ഉണ്ട്, ബാക്കിയുള്ള ആളുകളിലൊന്നുമില്ല, ബാക്കിയുള്ളവരിലെല്ലാം കുറവുകളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കും. ഈ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്, ഇന്ന ആളിൽ ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. മറ്റുള്ളവരുടെ കാര്യം നമ്മുടെ ഉത്തരവാദിത്വമല്ല. അല്ലെങ്കിൽ അത് നോക്കലുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കുറവുകൾ നോക്കിക്കൊണ്ട് യാതൊരു ഗുണവുമില്ല. നമ്മൾ നമ്മുടെ കുറവുകൾ നോക്കി അത് പരിഹരിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമം എന്തിനു വേണ്ടിയാണ്? ദീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. അല്ല പരിശ്രമത്തിന് വേണ്ടി ഒരു പരിശ്രമമല്ല. ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമം ആ പരിശ്രമം ചെയ്യണമെന്ന് പറഞ്ഞൊരു പരിശ്രമമല്ല. ഈ പരിശ്രമം ദീൻ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഈ പരിശ്രമത്തിൽ നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ സമയം ചെലവഴിച്ചു, നമ്മൾ ഈ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ചിന്ത എന്താ ഉണ്ടായിത്തീരേണ്ടത്? ഈ പരിശ്രമം കൊണ്ട് നമ്മൾ എന്തുണ്ടായി? നമ്മളെന്ത് ദീനിയായ ജീവിതം ഉണ്ടായി? ഒളു ചെയ്യുന്നത് മനുഷ്യൻ ഒളു ചെയ്യാൻ വേണ്ടിയല്ല, അതിനുശേഷമുള്ള നമസ്കാരത്തിന് വേണ്ടി, ഖുർആൻ ശരീഫ് ഓതാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒളു ചെയ്യുന്നത്. അപ്പോൾ എന്താവും? അത് ചെയ്യുകയാണെങ്കിൽ ഒളു ഒരു അമലായി മാറും, അത് ഒരു പ്രതിഫലമുള്ള ഇതായിട്ട്. ഒരാൾ എന്താ ചെയ്യുന്നത്? ഹൗദിൽ പോയി ഒളു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കരിക്കുന്നുമില്ല, ഖുർആൻ ശരീഫ് പോകുന്നില്ല, ഒന്നും ഒരു അമലുമില്ല, ഒളു ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒളു മാത്രം ചെയ്യുന്നതുകൊണ്ട് പ്രതിഫലമുണ്ടോ? ഇയാൾ തെറ്റുകാരനാവും. കാരണം നിസ്കാര സമയത്ത് നിസ്കരിച്ചില്ല, ഖുർആൻ ഓതിയില്ല, മറ്റ് ചെയ്യേണ്ട അമലുകളൊന്നും ചെയ്യുന്നില്ല, ഒളു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയായിപ്പോൾ ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമം, ഈ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദീൻ ജീവിതങ്ങളിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. അപ്പോൾ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ജീവിതത്തിൽ ദീൻ ഉണ്ടാകുന്നില്ല, സിഫാത്തുകൾ ഉണ്ടാകുന്നില്ല, ദീൻ ഉണ്ടാകുന്നില്ല, തവാദു ഉണ്ടാകുന്നില്ല. പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ അവസ്ഥയായി മാറും. ഒരാൾ വുദൂ ചെയ്യുന്നുണ്ട്, പക്ഷേ നിസ്കരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയായി പോകുന്നു. അപ്പം അതുകൊണ്ട് ദീൻ ജീവിതങ്ങളിൽ വരാൻ വേണ്ടിയാണ് ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമം. അപ്പോൾ ഈ പരിശ്രമം ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഈ കാര്യത്തിൽ ചിന്താകുലരാലാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താ മാറ്റം വരുന്നത്?
നോക്കേണ്ടത് നമ്മളെയാണ്. നമ്മൾ പിന്നെയും മറ്റുള്ളവരെ നോക്കും, ഈ പരിശ്രമം ചെയ്തുകൊണ്ട് ഇയാളിൽ എന്താ ഗുണം വന്നത്, അല്ലെ ഇദ്ദേഹത്തിന് എന്താ മാറ്റം വന്നത്. അതല്ല, നമ്മളിൽ എന്താ മാറ്റം വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയും ആ ദീൻ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് ഈ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. दो बातें और फरमाते थे। एक, काम करने वालों में अल्लाह पर भरोसा, तवक्कुल हो। इसलिए कि काम आदमी करता है लेकिन नतीजा नहीं आता है तो आदमी मायूस हो जाता है। ला तक़नतू मिन रहमतिल्लाह, अल्लाह की रहमत से मायूस नहीं होना। इंशाअल्लाह देर सवेर नतीजा आएगा, हमारे सामने नहीं आएगा तो बाद में आएगा, लेकिन अल्लाह नतीजा लाएंगे। लेकिन हमारे आंखों के सामने मेरी मेहनत का नतीजा नहीं आया तो आदमी मायूस होकर काम छोड़ देता है। भाई इतने गश कर रहे हैं, इतने चिल्ले लगा रहे हैं, 4 महीने लगा रहे हैं, इतनी मेहनत कर रहे हैं, लेकिन लोग आ ही नहीं रहे हैं। ऐसा नहीं है। अल्लाह पे भरोसा करके जब आदमी ये काम करता है तो इस्तिकामत मिलेगी, लेकिन अपने काम पर भरोसा करके काम करेगा तो आदमी मायूस होकर छोड़ देगा। तवक्कुल बहुत बड़ी चीज़ है। असबाब पूरी इख्तियार करें, भरोसा अल्लाह पे करें, असबाब नहीं छोड़ना है। उलमा ने फरमाया कि तर्क असबाब का नाम तवक्कुल नहीं है, ताअत्तुल है। ताअत्तुल, असबाब पूरे इख्तियार करें सही तरीके से, और भरोसा अल्लाह पर करने वाले अल्लाह हैं, हिदायत देने वाले अल्लाह हैं। भाई मेरी हिदायत मेरे हाथ में नहीं है, दूसरों की हिदायत मेरे हाथ में कहाँ से है? मेरा दिल मेरे हाथ में नहीं है, लोगों का दिल मेरे हाथ में कहाँ है? हर नबी जब आता है मुखालिफ माहौल में आता है, और मेहनत कर अल्लाह पे भरोसा करके लोग हर तरह से तरगीब के रास्ते से, तरहीब के रास्ते से काम छोड़ाना चाहेंगे। लोग कहेंगे साहब हमको ये, आपको ये देंगे, ये देंगे, छोड़ो एक मेहनत, छोड़ो एक काम, नहीं छोड़ोगे तो यूं करेंगे, यूं कर देंगे, यूं कर देंगे, डराएंगे, धमकाएंगे। आदमी ना तरगीब से लोगों की मुतासिर हो दाई, ना तरहीब से मुतासिर हो, इसलिए कि उसकी निगाह अल्लाह पर है, करने वाले अल्लाह हैं। हम मेहनत के मुकल्लफ हैं, नतीजे के मुकल्लफ नहीं हैं। हमारे ज़िम्मे मेहनत है, नतीजा खुदा निकालेंगे। तो एक तो अल्लाह पे भरोसा करके मेहनत करना, मायूस नहीं होना। अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ताइफ में गए, वहाँ दावत दी, उम्मीद से गए थे। ये 3 बड़े बड़े सरदार हैं, इनसे बात करेंगे, मक्के वाले मान नहीं रहे हैं। हमारा वहाँ गोया के रज़ाई माँ का ख़ानदान है, हलीमा सादिया का, वहाँ वालों से बात करेंगे, कबूल करेंगे। लेकिन उन्होंने जो कुछ किया हम सब जानते हैं, क्या हाल। अम्मा जान ने पूछा था कि अल्लाह के नबी आप पर जो ओहद में जो हाल आया कि दंदान मुबारक शहीद हुए, सर में खुद की कड़ियाँ घुसी, बेहोश होकर गिर गए, 70 सहाबा के शहीद होने का ज़ख्म आपको लगा, अब्दुल्ला बिन जहश शहीद हुए, आपके निस्बती बिरादर, मुसअब बिन उमैर शहीद हुए, आपके अजीज़ महबूब चचा हज़रत हमज़ा शहीद किए गए, मुसला बनाया गया। क्या इससे भी कोई सख्त दिन आपकी ज़िंदगी में आया है? तो आपने फरमाया कि आयशा वो दिन था ही, लेकिन उससे ज़्यादा मुझे जो तकलीफ़ हुई है वो ताइफ में हुई है, लैलतुल अक़बा। जैसे जो 3 जगह शैतानों पे कंकरियाँ मारी जाती हैं, आखिरी जो सुतून है उसको जो जमरे अक़बा कहते हैं। चारों तरफ से हाजी पत्थर मारते हैं, कोई उसका हिस्सा बचता नहीं है। तो आपने मिसाल देके फरमाया कि जिस तरह हज के मौसम में हाजी उस सुतून पर चारों तरफ से कंकरियां पत्थर मारते हैं, इस तरह उस ताइफ की रात में हर तरफ से मुझ पर पत्थर बरस रहे थे, बदन का कोई हिस्सा बाकी नहीं था। उम्मीद लेकर गया था, ना उम्मीदी से हो गई। तो उस रात में जो तकलीफ हुई कभी नहीं हुई।
लेकिन इसके बावजूद आप मायूस नहीं हुए। जिब्रील आए, पहाड़ों का फरिश्ता आया, कहा कि अल्लाह के नबी पहाड़ों के फरिश्ते अल्लाह की इजाज़त से आप जो कहेंगे करने को तैयार हैं। ये पूरी बस्ती ताइफ की पहाड़ियों में पीस कर रख देंगे जैसे चक्की में दाना पीस जाता है। लेकिन आप मायूस नहीं हुए। आपने फरमाया अगर ये नहीं मानते हैं, कबूल नहीं करते हैं, तो इनकी नस्लों में लोग ऐसा पैदा होंगे जो मेरी बात को कबूल करेंगे, समझेंगे। मोहम्मद इब्न कासिम सक़फ़ी सब जानते हैं, वही कबीले सकीफ़ का आदमी था जो हिंदो सिंध में आया। अल्लाह ताला ने उसके ज़रिए से पूरे इलाके में दीन फैलाया। उसी का नतीजा है कि हम सब यहाँ माशाअल्लाह ईमान वाले, ईमान की मेहनत के लिए जमा हैं। और लाखों हाजी हज पर जाता है हिंदुस्तान से। ये अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम की का तहम्मुल है और आपका अल्लाह पर तवक्कुल है। तो इसलिए मेरे दोस्तों, दावत के काम में हालात तो आएंगे, नागवारियाँ आएंगी, लेकिन बर्दाश्त करें। तहम्मुल और तवक्कुल ये दो चीज़ें हैं। तहम्मुल भी हो, अल्लाह के लिए बर्दाश्त करें। आदमी जो है इनफरादी इबादत में कोई ज़्यादा कोई मुजाहिदा नहीं है। आप जो है पूरा माल सदका करें, कौन आपको रोकेगा? पूरे रमज़ान में इत्तिकाफ़ करे, हज उम्रे पे जाए, कौन रोकेगा आपको? पूरी पूरी रात तहज्जुद पढ़े, क्या आपको कौन रोकेगा? लेकिन जब आप दावत देंगे तो हालात आएंगे। अल्लाह के नबी सल्लम 40 साल तक नबूवत से पहले आप पर कोई हाल नहीं आया। गारे हिरा में आप जाते थे, 15 दिन, महीना, 20 दिन, कोई परेशानी नहीं थी। लेकिन जब से अल्लाह ताला ने आपको हुक्म दिया कि या अय्युहल मुद्दस्सिर क़ुम फ़अन्ज़िर व रब्बका फ़कब्बिर, ये आयतें उतरी, वअन्ज़िर अशीरतकल अक़रबीन लितुन्ज़िर उम्मल क़ुरा व मन हौलहा। जब आपने लोगों को खड़े होकर बात की, या अय्युहन्नास क़ूलू ला इलाहा इल्लल्लाह तुफ़्लिहू, हालात बदल गए, अपने पराये हो गए, दोस्त दुश्मन हो गए। अमीन व सादिक कहने वाले साहिर व काहिन कहने लगे। मक्के की ज़मीन आपके लिए तंग हो गई, आपको हिजरत करनी पड़ी। शाह अबी तालिब में 3 साल तक महसूर रहे। बच्चे खाने दूध के लिए तड़प तड़प कर जाने दे रहे। कभी ओहद, कभी बदर, कभी खंदक, कभी हुदैबिया से वापसी, कभी तबूक। ये सारे जो हालात हैं वो दावत के बाद आए हैं। तो दावत में आदमी को बर्दाश्त करना पड़ता है। इसीलिए दावत का सिला बहुत बड़ा है। दावत बड़ा काम है, उसका सिला और बदला भी बहुत बड़ा है। लोग बर्दाश्त नहीं करते, छोड़ देते हैं, भाई कौन करे, छोड़ो यार, जान दो। ऐसा नहीं है। तहम्मुल भी हो और तवक्कुल भी हो, इखलास भी हो और तवाज़ु भी हो, और अल्लाह का डर भी दिल में हो। मखलूक का डर नहीं, अल्लाह से डरना। खश्यतुल्लाहि फिस्सिर्रि वल अलानिया, तन्हाइयों में हो, खलवतों में हो, जलवतों में हो, अल्लाह का डर हो। ऐसों से अल्लाह ताला काम लेते हैं। इसलिए भाई ये सफ़े अव्वल का पूरे केरला सूबे का मजमा है। ये जितनी कुर्बानी पर आगे बढ़ेगा इतना ही लोग पीछे आएंगे। सफ़े अव्वल के लोग हैं ये, जो पूरे सूबे में माशाअल्लाह अपने अपने अज़ला में, अपने अपने हलक़ों में, अपने अपने जोनों में, इलाक़ों में काम करते हैं। हमारी कुर्बानी आगे होगी, पीछे वाले हमारे साथ चलेंगे। वो हमको देखते हैं पुराने साथी क्या करते हैं। पुराने साथियों के अंदर जो बातें होगी वो पीछे वालों में आएंगी। इसलिए रात में भी माशाअल्लाह बहुत अच्छी तश्कील हुई, बैरून की भी, अंदरून की भी। सब नियत करें, इंशाअल्लाह हम दावत के काम में तहम्मुल के साथ, तवक्कुल के साथ, इखलास और तवाज़ु के साथ और तक़वे के साथ आगे बढ़ेंगे। और इंशाअल्लाह अल्लाह हमसे काम लेंगे और दुनिया भी अल्लाह कम नहीं करेंगे। तबलीग में कुर्बानी देने वालों की दुनिया कम नहीं हुई है। छोटा घर था, बड़ा घर बन गया। छोटी सवारी थी, बड़ी सवारी आ गई। छोटा कारोबार था, कारोबार बढ़ गया। अल्लाह ने दुनिया भी कम नहीं की है। अल्लाह ताला जो है आखिरत में देंगे असल बदला।
दुनिया में बरकत देंगे। बदला तो आखिरत में मिलेगा, दुनिया बदले का तहम्मुल नहीं रखती, बदला नहीं मिलेगा यहाँ पर। मालिक यौमिद्दीन, रोज़े जज़ा का बदले का मालिक अल्लाह ताला आखिरत में देंगे बदला, लेकिन यहाँ बरकतें आएंगी, इज्जत मिलेगी, बरकत मिलेगी, जान में, माल में, औलाद में, रोज़ी में, कारोबार में, दिलों में चैन और सुकून मिलेगा, इज्जत मिलेगी। ये सब बरकतें हैं दुनिया में, दीन और दीन की मेहनत की। इसलिए सब इरादा करें, इंशाअल्लाह 4-4 महीने लगाएंगे। जिनके 4 महीने लग चुके हैं बैरून का इरादा करें, और जिनके 4 महीने नहीं लगे इसलिए बैरून नहीं जा सक रहे, वो 4 महीने मुल्क के अंदर पहले लगा लेंगे, फिर बैरून जाएंगे, करेंगे इंशाअल्लाह। हमारी बात ख़त्म हो गई, अब आप सो जा सकते हैं, लेकिन अभी नहीं, तश्कील के बाद। പണ്ട് മൗലാന ഇലിയാസ് മൗലാന ഇനാമുൽ ഹസൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, ദഅവത്തിൻ്റെ പരിശ്രമം ചെയ്യുന്നവർ അവരിലുണ്ടായിത്തീരേണ്ട കാര്യങ്ങൾ, അതിൽ ഒരു വിഷയം പറഞ്ഞിരുന്നത് ദഅവത്തിൻ്റെ പരിശ്രമം ചെയ്യുന്ന ആളുകൾ അവരിൽ തവക്കുല്, അള്ളാഹുവിലുള്ള ഭരമേൽപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പരിശ്രമത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള ഉറപ്പ്, തവക്കുല്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ മനുഷ്യരെന്താവും, നിരാശനായിപ്പോവും. ചിലപ്പോൾ പരിശ്രമം ചെയ്യും, അതിൻ്റെ ഫലം പെട്ടെന്ന് കാണുകയില്ല, പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുകയില്ല, പെട്ടെന്ന് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നേരെമറിച്ച് അതിൻ്റെ ഫലങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഓരോ സന്ദർഭത്തിലായിരിക്കും, അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലായിരിക്കും, നമ്മുടെ ജീവിതത്തിന് ശേഷമായിരിക്കാം. പക്ഷെ ഏത് അവസ്ഥയിലും പരിശ്രമിക്കുന്നവരെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ആവശ്യമാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, ഒരിക്കലും ഒരു പരിശ്രമം ചെയ്യുന്ന ഒരു ദായി അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നിരാശനായിത്തീരാൻ പാടില്ല. കാരണം അള്ളാഹു വലിയ കഴിവുള്ളവനാണ്. ഒരിക്കലും അവിടെ നിരാശയില്ല, പ്രതീക്ഷയോടുകൂടിയാണ് പരിശ്രമം ചെയ്യേണ്ടത്, പ്രതീക്ഷയോടുകൂടി പരിശ്രമം ചെയ്യണം, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്. എന്നാൽ അതിനുവേണ്ടിയുള്ള അസ്ബാബുകൾ, ഏർപ്പാടുകളെല്ലാം ചെയ്യൽ ആവശ്യമാണ്. ഇതിൻ്റെ പരിശ്രമം എന്ന് പറയുന്ന അസ്ബാബുകളെ ഉപേക്ഷിച്ചുകൊണ്ടല്ല, എല്ലാം വിട്ട് ദുനിയാവെല്ലാം വിട്ടിട്ട് പരിശ്രമിക്കുക, അങ്ങനെയല്ല. അസ്ബാബുകളും ഏർപ്പാടുകളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും അത് പൂർത്തിയാക്കുന്നതിനോട് കൂടിയാണ് ഈ പരിശ്രമം ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അസ്ബാബിനെ ഉപേക്ഷിക്കലല്ല, അസ്ബാബ് കൈക്കൊള്ളുന്നതിനോട് കൂടി നമ്മുടെ വിശ്വാസം അള്ളാഹുവിൻ്റെ മേലായിരിക്കണം. അസ്ബാബുകൾ കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്, നേരെമറിച്ച് അസ്ബാബുകളാണെങ്കിലും അതിൽ കൂടി കാര്യങ്ങൾ നടത്തുന്ന അള്ളാഹു താലാണ്. ഈ ഒരു യഖീനോടുകൂടി നമ്മൾ പരിശ്രമം ചെയ്യൽ ആവശ്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മേലുള്ള ഭരമേൽപ്പിക്കൽ, ഒരിക്കലും ഒരു ദായി അവസ്ഥകളുടെയോ ജനങ്ങളുടെയോ അനുകൂലമായ പ്രതികൂലമായ പ്രതികരണങ്ങൾ ഇതിനെ പരിഗണിച്ച് പരിശ്രമിക്കാൻ പാടില്ല. നേരെമറിച്ച് നമ്മൾ അള്ളാഹുവിന് വേണ്ടി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി ഉറച്ചു നിൽക്കുക. അതിൽ ആര് അനുകൂലമായി പ്രതികരിച്ചാലും ശരി, ആര് പ്രതികൂലമായി ചെയ്താലും ശരി, ചിലപ്പോൾ ഈ പരിശ്രമത്തിൻ്റെ വഴിയിൽ പല തടസ്സങ്ങൾ വരാം. പക്ഷെ ആ തടസ്സങ്ങളോടുകൂടി ഉറച്ചു നിന്ന് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ഭയപ്പെടുത്തലോ, ജനങ്ങളുടെ പ്രതീക്ഷ നൽകലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് പ്രതീക്ഷ നൽകലോ, അല്ലെങ്കിൽ ഈ പരിശ്രമം ചെയ്യുന്നതിലുള്ള തടസ്സങ്ങൾ കൊണ്ടുവരലോ, ഇതൊന്നും ഒരു ദായിയെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. അവൻ അള്ളാഹുവിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ ഉറച്ചു നിന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു 40 വർഷത്തോളം തങ്ങളെ ഇബാദത്തിലുമെല്ലാമായിട്ട് കഴിഞ്ഞുകൂടി. തങ്ങളുടെ ജീവിതത്തിൽ നുബുവത്തിന് മുമ്പ് തങ്ങൾ ഗാറിൽ പോയി ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുമായിരുന്നു, പല അമലുകൾ ചെയ്യുമായിരുന്നു. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല, എല്ലാവരും നല്ല അഭിപ്രായം പറയുമായിരുന്നു. പക്ഷെ നുബുവത്ത് കിട്ടി, യാ യുഹൽ മുദ്ദത്തിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വതിയാബക ഫതഹിർ എന്നുള്ള ആ കൽപ്പനകൾ കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേക്കിൻ, തങ്ങൾ ജനങ്ങളോട് അവരോട് പറയിൻ, കാര്യങ്ങൾ പറയിൻ, അള്ളാഹുവിനെക്കുറിച്ച് പറയിൻ, അള്ളാഹുവിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയുന്നതെല്ലാം പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ആ അനുകൂലമായ അവസ്ഥകൾ മാറി പ്രതികൂലമായ അവസ്ഥയായി മാറി. തങ്ങളെ വലിയ സ്നേഹത്തോടു കൂടി കണ്ടിരുന്ന ആളുകൾ തങ്ങളെ എതിർക്കാൻ തുടങ്ങി.
തങ്ങൾ അല്ലമീൻ എന്നെല്ലാം പറഞ്ഞ ആളുകൾ ഇദ്ദേഹം സാഹിറാണ്, അല്ലെങ്കിൽ മന്ത്രം ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ ഏത് അവസ്ഥയിലും ദഅവത്തിന്റെ പരിശ്രമം അതിൽ പ്രതികൂലമായ അവസ്ഥകളുണ്ടാവും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, തങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, പ്രതികൂലമായ ഒരു അവസ്ഥയുണ്ടായി, തങ്ങൾക്ക് മുറിവേറ്റു, പല്ലുകൾ ഷഹീദാക്കപ്പെട്ടു, ഭയങ്കര പ്രതികൂലമായ അവസ്ഥകളുണ്ടായി. അപ്പോൾ ആ ഒരു കടുപ്പമായ അവസ്ഥ, അതിനേക്കാൾ വലിയ കടുപ്പം എന്തെങ്കിലും തങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, അതേ, അന്നത്തെ ആ ദിവസം ഭയങ്കര വലിയ പ്രതികൂലമായ കടുപ്പമായ ദിവസമായിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിച്ചത് തായിഫിലേക്ക് ഞാൻ പോയെന്ന സന്ദർഭത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് പോയത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഹലീമ സാദിയ റളിയല്ലാഹു തആല അൻഹയുടെ ബന്ധമുള്ള ഒരു കുടുംബമാണ്. അവിടേക്ക് പോകാം, തങ്ങൾക്കൊരു ബന്ധമുള്ള ആ കുടുംബത്തിലേക്ക് പോയാൽ എന്തെങ്കിലും അനുകൂലമായൊരു അവസ്ഥയുണ്ടാവും, അവിടുത്തെ ആളുകൾ അത് മനസ്സിലാക്കും എന്നെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് പോകണ്ടായി. പക്ഷെ അവിടെ പോയതിന് ശേഷം ഉണ്ടായ അവസ്ഥ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം, നമ്മൾ കേൾക്കുന്നതാണ്. അവിടുത്തെ നേതാക്കന്മാരെ, അവിടുത്തെ ആളുകൾ എത്രത്തോളം പ്രതികൂലമായ രീതിയിലാണ് തങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ അന്നുണ്ടായ ആ അവസ്ഥ, വലിയ പ്രതീക്ഷയോടുകൂടി പോയി, അതുണ്ടായ പ്രതികൂലമായ അവസ്ഥ, തങ്ങളുടെ ശരീരത്തിൽ കല്ലെറിഞ്ഞ് തങ്ങളുടെ ശരീരമെല്ലാം മുറിവേൽപ്പിക്കപ്പെട്ടു. ഉദാഹരണം പറഞ്ഞ പ്രകാരം ഹാജിമാര് കല്ലെറിയുന്ന സ്ഥലത്ത് 4 വശത്തു നിന്നും കല്ലെറിയും. അഖബയിലെ ജംറത്തുൽ അഖബ 3 സ്ഥലങ്ങൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ വശത്തു നിന്ന് കല്ലെറിയുന്നു. ഇതുപോലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് ആളുകൾ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നത്. തങ്ങളുടെ ശരീരം മുഴുവനും മുറിവ് സംഭവിച്ചു, രക്തമൊലിച്ചു. ആ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനത്തെ പ്രതികൂലമായ അവസ്ഥകളാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിന്റെ വഴിയിൽ സഹിച്ചു. പക്ഷെ അപ്പോഴും തങ്ങൾ ദുആ ചെയ്ത് എന്താണ്? മലക്ക് വന്ന് ചോദിച്ചു, ഈ മലകളെ ഒരുമിച്ച് കൂട്ടി ഇവരെ നശിപ്പിച്ചു കളയട്ടെ, ശിക്ഷിക്കട്ടെ, കാരണം ഇത്ര വലിയ തെറ്റാണ് ഒരു റസൂലിനോട് അവർ ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്തായിരുന്നു? ഇവരിൽ നിന്നല്ലെങ്കിൽ നാളെ ഇവരുടെ പരമ്പരകളിൽ നിന്നും ഈ ദീനിനെ സ്വീകരിക്കുന്നവരുണ്ടായിത്തീരലാണ് ഇവരെ നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതാണ് പിന്നീട് സംഭവിച്ചത്. ആ തായിഫുകാർ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ഇസ്ലാമിലേക്ക് വന്നു. മുഹമ്മദ് ബിൻ സഖഫി അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ സിന്ധ് ഏരിയകളിലേക്ക് വന്ന ആദ്യത്തെ ദീനിന്റെ ദഅവത്തുമായിട്ട് വന്നതിൽപ്പെട്ട തായിഫ് ഗോത്രത്തെ തായിഫ് ആ നാട്ടിൽ നിന്നുള്ള ആളായിരുന്നു. ഇന്ത്യയിലേക്ക് ഇസ്ലാം വരാൻ കാരണമായി തീർന്ന ഒരു പ്രധാനപ്പെട്ട ആൾ അദ്ദേഹമാണ്, മുഹമ്മദ് ബിൻ ഖാസിം സഖഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഇത്രയും മുസ്ലിമീങ്ങളുള്ളതിനെല്ലാം കാരണമായി തീർന്നത് ആ ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യൻ്റെ ഹിദായത്തിന് കാരണമായി തീരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്നത്തെ ആ ബുദ്ധിമുട്ടിൻ്റെ സന്ദർഭത്തിലുണ്ടായിരുന്ന തങ്ങളുടെ പ്രതീക്ഷയാണ്, തങ്ങളുടെ ദുആയാണ്. ഇവരുടെ പരമ്പരകളിൽ നിന്നും ആരെങ്കിലുമൊക്കെ ദീനിലേക്ക് വരുന്നതാണ് എനിക്കിഷ്ടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ഇന്നും നമ്മളിവിടെ ഒരുമിച്ച് കൂടാൻ കാരണവും അതിൻ്റെ ഒരു ഫലമാണ്. അപ്പോൾ ഈ രീതിയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗം. അതുകൊണ്ട് ദീനിൻ്റെ പരിശ്രമം ചെയ്യുന്നവരിൽ തഹമ്മുല്, തവക്കുല്, ഇത് രണ്ട്. തഹമ്മുൽ എന്ന് പറഞ്ഞാൽ സഹിക്കുക. അവസ്ഥകൾ വരുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങളും അവസ്ഥകൾ വരുമ്പോൾ അതിൽ ക്ഷമയോടുകൂടി നിലനിൽക്കുക, അതിനെ അതിജീവിക്കുക ആ ഒരു ക്ഷമയോടുകൂടി. രണ്ടാമത്തെ എന്താണ്? തവക്കുല്, അള്ളാഹുൽ ഭരമേൽപ്പിക്കുക. കാരണം അള്ളാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ ഈ രീതിയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് സഹിച്ചത്, തങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചതും ആ പ്രതീക്ഷയോടുകൂടി പരിശ്രമിച്ചു. അവസാനം അള്ളാഹു തആല ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതേ ഗുണമാണ് ഓരോ ദായിക്കും. ആ പരിശ്രമത്തെ പിൻപറ്റുന്ന, ആ വഴിയെ പിൻപറ്റുന്ന ഓരോരുത്തരുടെയും അവരിലും ഉണ്ടായിത്തീരേണ്ട ഗുണങ്ങൾ ഇതാണ്. ഈ ഗുണങ്ങളോടുകൂടി, തഹമ്മുലോടുകൂടി, തവക്കുലോടുകൂടി, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി പരിശ്രമം ചെയ്തുകൊണ്ടിരുന്നാൽ
അള്ളാഹു തആല വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ ഇരിക്കുന്ന മജ്ലിസ് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ദീനിൻ്റെ ദഅവത്തിൻ്റെ പരിശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എടുക്കുന്ന ആളുകളുടെ ഒരു മജ്ലിസാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നു. നമ്മൾ ഈ ഒരു കൂട്ടം എത്രത്തോളം ഈ കാര്യത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമോ ഇൻഷാ അല്ലാഹ് അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള ഉമ്മത്ത് നമ്മുടെ കൂടെ വരുന്നത്. എപ്പോഴും പരിശ്രമത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, അവരുടെ ത്യാഗങ്ങൾ, അവരുടെ പരിശ്രമങ്ങൾ, അവരെത്രത്തോളം മാതൃകാപരമായി ആയിത്തീരുന്നോ, അവരെത്രത്തോളം ഈ പരിശ്രമത്തിൽ മുന്നോട്ട് പോകുന്നോ അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ളവർ അവരെ തുടരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അൽഹംദുലില്ലാഹ് ഇന്നലെ മുതൽ നമ്മളിവിടെ കൂടിയിരിക്കുന്നു. മജ്ലിസുകളിൽ അൽഹംദുലില്ലാഹ് തശ്കീലുകൾ നടന്നു, ധാരാളം ആളുകൾ നിയ്യത്ത് ചെയ്തു. ഇനിയും നമ്മൾ ഇൻഷാ അല്ലാഹ് ആ നിയ്യത്തുകൾ, ഈ പരിശ്രമത്തിൻ്റെ ഈ ഉയർന്ന നിയ്യത്തുകൾ നമ്മൾ ചെയ്യുകയും മുന്നോട്ടുള്ള നമ്മുടെ കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഇൻഷാ അല്ലാഹ് 4 മാസം ഇതുവരെയും പോകാൻ സാധിക്കാത്ത ആളുകൾ 4 മാസത്തേക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യും. 4 മാസം ചെലവഴിച്ചവർ മറ്റു നാടുകളിലേക്ക്, വിദേശത്തേക്ക് ജമാഅത്തുകൾ പോകാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പറയും ഇൻഷാ അല്ലാഹ്, എഴുന്നേറ്റ് പേരുകൾ പറയും ഇൻഷാ അല്ലാഹ്. 4 മാസം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ പുറപ്പെടാനും ആ വഴിയിൽ പരിശ്രമിക്കാനും തയ്യാറുള്ളവർ ഇൻഷാ അല്ലാഹ് പറയും. പേര് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്. പേര് പറയാം ഇൻഷാ അല്ലാഹ്. ഖാജ ഹുസൈൻ സാഹിബ്. 4 മാസം അല്ലാഹു തആല ഓഗസ്റ്റിൽ 4 മാസം ഷാജി പറയും ഇൻഷാ അല്ലാഹ്. കുറച്ച് സമയം കൂടെ തശ്കീൽ പൂർത്തിയാവുന്ന ഒരു ഇരിക്കുന്നു, എന്നിട്ട് മജ്ലിസ് പിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോയി ബാക്കിയുള്ള നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാം. പറയും സഹോദരന്മാരെ, നിയ്യത്ത് ചെയ്ത് പേരുകൾ പറയും ഇൻഷാ അല്ലാഹ്. 4 മാസത്തേക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീൻ്റെ വഴിയിൽ പുറപ്പെടാൻ വേണ്ടി പറയും ഇൻഷാ അല്ലാഹ്. തശ്കീൽ പേരെഴുതുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പേര്. മാഷാ അല്ലാഹ്. പേരെന്താണ്? മാഷാ അല്ലാഹ്. മറ്റേ ആ പേര് എഴുതിയോ? സുബൈർ സാഹിബ്. സുബൈർ സാഹിബ്. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ആബിദ്, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. മാനിക സുബൈർ. തിരുവനന്തപുരം. ജുനൈദ്